ന്യൂസ് 16 കേരള. യൂസഫ് കാക്കഞ്ചേരിക്ക് യാത്രയയപ്പ് നൽകി. റിയാദിലെ മലയാളി പ്രാദേശിക സംഘടനകളുടെ പൊതുവേദിയായ ഫോർക്ക എംബസി ജീവകാരുണ്യ വിഭാഗം ഉദ്യോഗസ്ഥനായ യൂസഫ് കാക്കഞ്ചേരിക്ക് യാത്രയയപ്പും പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച ഡോക്ടർ സെയ്ദ് അൻവർ ഖുർഷിദിന് സ്നേഹാദരവും നൽകി. മലാസ് അൽമാസ് ഓഡിറ്റോറിയത്തിൽ ഫോർക്കയുടെ പുതിയ നേതൃത്വം സംഘടിപ്പിച്ച ആദ്യ പരിപാടി അംഗസംഘടനകളുടെ പങ്കാളിത്തം കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. ഫോർക്ക ചെയർമാൻ റഹ്മാൻ മുനമ്പത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഫോർക്ക രക്ഷാധികാരിയും ഫ്ലേറിയ ഗ്രൂപ്പ് എംഡിയുമായ TM അഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. അറബ്കോ രാമചന്ദ്രൻ ഫോർക്ക രക്ഷാധികാരി, ഷിഹാബ് കൊട്ടുകാട് ഫോർക്ക രക്ഷാധികാരി, ഷഹനാസ് അബ്ദുൽ ജലീൽ റിയാദ് ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ ചെയർപേഴ്സൺ, മൈമൂന അബ്ബാസ് ഇന്ത്യൻ എംബസി സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ, NRK മുൻ ചെയർമാൻ അയ്യൂബ് ഖാൻ വിഴിഞ്ഞം, പുഷ്പരാജ് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ, ഡോക്ടർ ജയചന്ദ്രൻ, ജയൻ കൊടുങ്ങല്ലൂർ, ഷിബു ഉസ്മാൻ റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം, ഇബ്രാഹിം സുബഹാൻ, ലത്തീഫ് തെച്ചി, റാഫി പാങ്ങോട്, നൌഷാദ് ആലുവ, ഗഫൂർ കൊയിലാണ്ടി, ഷംനാദ് കരുനാഗപ്പള്ളി, അബ്ദുൽ ഗഫൂർ കേളി, ബാലുകുട്ടൻ OICC, ജലീൽ തിരൂർ KMCC, ഫോർക്ക വൈസ് ചെയർമാൻമാരായ സൈഫ് കൂട്ടുങ്ങൽ, സയ്യിദ് മീഞ്ചന്ത, കരീം പെരുമ്പാവൂർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഫോർക്ക അംഗങ്ങൾക്കുള്ള ഐഡന്റിറ്റി കാർഡിന്റെ വിതരണോദ്ഘാടനം ഇന്ത്യൻ സ്കൂൾ ചെയർപേഴ്സൺ ഷഹനാസ് അബ്ദുൽ ലത്തീഫ് നിർവഹിച്ചു. ഫോർക്ക സ്ഥാപക ചെയർമാൻ നാസർ കാലന്തൂരിന് വേണ്ടി എഞ്ചിനീയർ PC അബ്ദുൽ മജീദും ഉപദേശക സമിതി അംഗം സൈഫ് കായംകുളവും ID കാർഡുകൾ ഏറ്റുവാങ്ങി. തുടർന്ന് ഫോർക്ക ഭരണസമിതി അംഗങ്ങളെ ഷോൾ അണിയിച്ച് അനുമോദിച്ചു. അംഗസംഘടനകളായ മാസ് റിയാദ്, കൃപ കായംകുളം, കൊച്ചി കൂട്ടായ്മ, പെരുമ്പാവൂർ അസോസിയേഷൻ, മൈത്രി കരുനാഗപ്പള്ളി, റിമാൽ മലപ്പുറം, വടകര NRI ഓഫ് FOC കാലിക്കറ്റ്, ഇവ ആലപ്പുഴ, ഒരുമ കോഴിക്കോട്, കിയ കൊടുങ്ങല്ലൂർ, കൊട്ടാരക്കര പ്രവാസി അസോസിയേഷൻ, കൊയിലാണ്ടി നാട്ടുകൂട്ടം, നന്മ കരുനാഗപ്പള്ളി, MDF റിയാദ്, വാവ വണ്ടൂർ, റീക്കോ അടത്തനാട്ടുകര, താമരക്കുളം കൂട്ടായ്മ, റീക്കോ റിയാദ്, പൊന്നാനി വെൽഫെയർ അസോസിയേഷൻ, ഇലപ്പിക്കുളം ജമാഅത്ത്, കൂട്ടിക്കൽ പ്രവാസി അസോസിയേഷൻ, വലപ്പാട് പ്രവാസി അസോസിയേഷൻ, നമ്മൾ ചാവക്കാട്, റാന്നി റിയാദ്, പത്തനംതിട്ട റിയാദ് എന്നീ സംഘടനകളുടെ ഭാരവാഹികൾ വിശിഷ്ട വ്യക്തികളെ ഷോൾ അണിയിച്ചാദരിച്ചു. മറുപടി പ്രസംഗത്തിൽ യൂസഫ് കാക്കഞ്ചേരി ഇന്ത്യൻ സമൂഹത്തിൽ വളർന്നുവരുന്ന ലഹരി ഉപയോഗത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു. പ്രവാസം അവസാനിപ്പിച്ചാലും പ്രവാസികളുടെ ഏതു പ്രശ്നത്തിലും എന്ത് സഹായവും നൽകാൻ തയ്യാറാണെന്നും നിയമപഠനം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സ്നേഹാദരങ്ങൾക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു. പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവ് ഡോക്ടർ സെയ്ദ് ഖുർഷിദ് മലയാളി സമൂഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തെ പ്രശംസിച്ചു. എന്ത് സഹായത്തിനും കൂടെയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രോഗ്രാം കോർഡിനേറ്റർ പ്രഡിൻ അലക്സ് ആമുഖവും ജനറൽ കൺവീനർ ഉമ്മർ മുക്കം സ്വാഗതവും ഖജാൻജി ജിബിൻ സമദ് നന്ദിയും പറഞ്ഞു. തുടർന്ന് റിയാദിലെ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിച്ച ഗാനസന്ധ്യയും നൃത്തരൂപങ്ങളും അരങ്ങേറി. പ്രോഗ്രാം കൺവീനർ ഷാഹിൻ കോഴിക്കോട്, മീഡിയ കൺവീനർ സലീം പള്ളിയിൽ, അഷ്റഫ് CM വേലിൽ, ഷാജി KB, അഖിനാസ് കരുനാഗപ്പള്ളി, ഷാജി മഠത്തിൽ, മജീദ് മൈത്രി, അഷ്റഫ് ബാലുശ്ശേരി, കബീർ നല്ലളം, ജബ്ബാർ KP, മുസ്തഫ റീക്കോ, PS നിസാർ, മുഹമ്മദ് ഖാൻ റാന്നി, അബ്ദുൽ ഖാദർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. റിപ്പോർട്ട് മജീദ് KP, 16 ന്യൂസ് 16 റിയാദ്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.